എടുക്കും നോക്കിയിരുന്ന ഫോൺ എടുക്കാണ്ടിരിക്കുമ്പോഴെങ്കിലും മനസ്സിലായിക്കൂടെ മേശ്ശേരി പണിക്ക് വരൂല ഇയാണ്. ഇയാളൊന്നും പണിക്ക് പോയിട്ടില്ലേ? എടുക്കണ്ടാ നിന്നെ കൊണ്ടല്ലോ ഒരാളെ ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ എനിക്ക്. എടാ മുരളിയായിട്ടൊന്ന് വിളിയെന്ന് ഇന്ന് രാവിലെ വരെ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല എന്നാ പറയണ്ട്. ഞാൻ ഇന്ന് എന്തായാലും പണിക്കുറന്ന് വരച്ച് തന്നെ ഇറങ്ങിയത്. പിന്നെ നോക്കുമ്പോൾ ഭയങ്കര മഴക്കാറ് കണ്ടാ നോക്കിയേ. മഴക്കാർ എന്നെ കൊണ്ട് പറയണ്ട വെറുതെ. ഓ ഞാൻ പണിക്കൂറാത്ത നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. അപ്പൊ മറ്റോനോ? ഓരോടുത്തു പൊളിക്കാൻ വെച്ച കക്കൂസ് പുട്ടിയിട്ട് വീശാക്കിയവൻ. പെയിന്റ് അടിക്കും സുഖം പെയിന്റ് അടിക്കണം. എന്നാടാ എനിക്ക് കൂനുണ്ടാ? ഓ അപ്പൊ രാവിലെ തന്നെ രണ്ടും കൂടി ഇതാ പരിപാടി അല്ലേ, പണിക്ക് വരേണ്ട വെള്ളടിക്കാൻ വേണ്ടിട്ട്? അല്ല മേസ്ത്രി, ഇന്നലെ ഓവർ ടൈം എടുത്തിട്ട് ഭയങ്കര ക്ഷീണം. ഇന്ന് പണിയെടുത്തിട്ടാ? അല്ല ഉറങ്ങിയിട്ട്. അല്ലടാ അതേടാ നിങ്ങൾക്ക് ക്ഷീണം മാറ്റിയിരുന്നാൽ മതി, നിങ്ങളെ കൊണ്ട് അനക്കാന്നല്ലേ ക്ഷീണം. എടാ 10-40,000 രൂപ സാധനം വാങ്ങിയിട്ട് 5-6 ദിവസമായി. അയാളത് വിളി ഞാൻ നാളെ പറയേണ്ട അവരോട്. മേസ്തിന് ടെൻഷനാണ്. 2 ദിവസം ഉണ്ടാ ഇനി 2 ദിവസം. ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ തൊട്ട് പണിക്ക് വന്നില്ല ഞാൻ ഏതാ ബംഗാളിൽ പിടിച്ചാക്കും. ഇനി ഹിന്ദി അറിയാ, അതുകൊണ്ട് മാത്രം ഞാൻ നിന്റെ കാല് പിടിക്കാൻ വേണ്ടി വരുന്നത്. ഷാജി എന്നാ മോനെ, ഇത് നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കി വെച്ച ഫുഡാണ്. ഇത് അച്ഛൻ തന്നൂട്ടാ. എന്നാ മോനെ നല്ലോണം പഠിക്കണം കേട്ടാ. ഞാൻ നല്ലോണം പഠിക്കും. ഞാൻ നിങ്ങളെ പോലെ ഒന്നും ആവൂല. അച്ഛൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പണിയെടുക്കാൻ വരണ്ടാന്ന്. പിന്നെ അച്ഛൻ പറഞ്ഞു ഉച്ചക്കത്തെ ചോറ് വീട്ടിൽ വന്നേ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന അച്ഛൻ പറഞ്ഞു. അപ്പൊ ചോറ് ഇങ്ങോട്ട് കൊണ്ടുവരായിരിക്കും അല്ലേ? വേണ്ട നമുക്ക് അങ്ങോട്ട് പോവാം. വെറുതെ ചെക്കൻ്റെ തല്ലോളം കഴിയില്ല.